നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ശുഭാംശു ശുക്ല അടക്കമുള്ള സഞ്ചാരികളെ വഹിച്ചുകൊണ്ട് പറക്കുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ISS കേരളത്തിൽ നിന്ന് കാണാൻ സുവർണാവസരം. ഇന്ന് ജൂലൈ 6 തീയതി രാത്രി 7:56 മുതൽ 7:59 വരെ തെക്കു പടിഞ്ഞാറൻ മാനത്തുകൂടി സഞ്ചരിക്കുന്ന ISS നഗ്നനേത്രങ്ങൾ കൊണ്ട് കേരളക്കരയിൽ വെച്ച് കാണാവുന്നതാണ്. ഇതിനുശേഷം ജൂലൈ 9-നും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം കേരളത്തിന് മുകളിലൂടെ സഞ്ചരിക്കും. 9-ാം തീയതി പുലർച്ചെ 5:50 മുതൽ 5:57 വരെയാണ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ ബഹിരാകാശ നിലയം പ്രത്യക്ഷപ്പെടുന്നത്. നിലയം വ്യക്തമായി കാണാൻ തെളിച്ചമുള്ള ആകാശം ആവശ്യമാണ്. ആക്സിയം 4 ദൗത്യത്തിൽ എത്തിയ ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയടക്കം 11 സഞ്ചാരികളാണ് നിലവിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഉള്ളത്. ആക്സിയം ദൗത്യത്തിൽ ശുഭാംശുവിനോടൊപ്പം ISS-ൽ മുതിർന്ന അമേരിക്കൻ ആസ്ട്രോനോട്ട് പെഗ്ഗി വിറ്റ്സൺ, പോളണ്ട് സ്വദേശി ന്യൂവോസ് ഉസ്നാൻസ്കി, ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാപ്പോ എന്നിവരും എത്തിച്ചേർന്നിട്ടുണ്ട്. 113 ദിവസമായി ISS-ൽ കഴിയുന്ന സ്പേസ് എക്സ് ക്രൂ 10 ദൗത്യത്തിൽപ്പെട്ട ആനി മക്ലെയിൻ, നിക്കേൽ അയേഴ്സ്, കിരിൽ പെസ്കോവ്, തകുയ ഒനീഷി എന്നിവരാണ് നിലയത്തിലുള്ള മറ്റൊരു സംഘം. ISS-ലെ റഷ്യൻ മോഡ്യൂളിൽ 3 കോസ്മോനട്ടുകളും കഴിയുന്നുണ്ട്. 1984-ലെ രാകേഷ് ശർമ്മയുടെ യാത്രയ്ക്ക് ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ പൗരൻ ബഹിരാകാശത്ത് എത്തിയിട്ടുള്ളത്. ബഹിരാകാശത്തെത്തുന്ന 634-ാമത്തെ ആളാണ് ശുഭാംശു. നാസ, ഇസ്രോ, യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്നിവയുടെ സഹകരണത്തോടെ മനുഷ്യരെ ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിക്കുന്ന ദൗത്യമാണ് ആക്സിയം 4. 7 തവണയാണ് വിവിധ കാരണങ്ങളാൽ ദൗത്യത്തിന്റെ വിക്ഷേപണം മാറ്റിവെക്കേണ്ടി വന്നിരുന്നത്. സ്പേസ് എക്സിന്റെയും നാസയുടെയും പങ്കാളിത്തത്തോടെ ആക്സിയം സ്പേസ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് നടത്തുന്ന ഒരു സ്വകാര്യ യാത്രയാണ് ആക്സിയം മിഷൻ 4. നാസ, സ്പേസ് എക്സ്, ആക്സിയം സ്പേസ്, ISRO എന്നിവയുടെ അന്താരാഷ്ട്ര സഹകരണമായ ആക്സിയം മിഷൻ 4-ലെ ഇന്ത്യൻ സാന്നിധ്യമാണ് വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല. ഈ ദൗത്യം 2025 ജൂൺ 10-ന് ഇന്ത്യൻ സമയം വൈകിട്ട് 5:52-ന് ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിലെ ലോഞ്ച് കോംപ്ലക്സ് 39A-യിൽ നിന്നാണ് കുതിച്ചുയർന്നത്. ഇത് ഏകദേശം 2 ആഴ്ചത്തോളമാണ് നീണ്ടുനിന്നത്. കമാൻഡർ പെഗ്ഗി വിറ്റ്സൺ USA, മിഷൻ സ്പെഷ്യലിസ്റ്റുകളായ ന്യൂവാൻസ് ഉസ്നാൻസ്കി, വിസ്നീവ്സ്കി, പോളണ്ട്, ടിബോർ കബു, ഹംഗറി എന്നിവരാണ് ക്രൂവിൽ ഉൾപ്പെടുന്ന മറ്റ് അംഗങ്ങൾ. താഴ്ന്ന ഭൂഭ്രമണപഥത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ബഹിരാകാശ ഗവേഷണശാലയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അഥവാ ISS. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ISS മണിക്കൂറിൽ 27,000 കിലോമീറ്റർ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. നിലയം ഒരു ദിവസം 15.54 തവണ ഭൂമിയെ വലം വയ്ക്കുന്നുണ്ട്. ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ വലിപ്പമുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് 109 മീറ്റർ നീളവും 73 മീറ്റർ വീതിയുമുണ്ട്. 4.5 ലക്ഷം കിലോഗ്രാമാണ് ISS-ന്റെ ഭാരം. സ്പേസ് എക്സിന്റെയും നാസയുടെയും പങ്കാളിത്തത്തോടെ ആക്സിയം സ്പേസ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് നടത്തുന്ന സ്വകാര്യ യാത്രയാണ് ആക്സിയം മിഷൻ 4. നാസ, സ്പേസ് എക്സ്, ആക്സിയം സ്പേസ്, ISRO എന്നിവയുടെ അന്താരാഷ്ട്ര സഹകരണമായ ആക്സിയം മിഷൻ 4-ലെ ഇന്ത്യൻ സാന്നിധ്യമാണ് വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല. ഈ ദൗത്യം 2025 ജൂൺ 10-ന് ഇന്ത്യൻ സമയം വൈകിട്ട് 5:52-ന് ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിലെ ലോഞ്ച് കോംപ്ലക്സ് 39A-യിൽ നിന്നാണ് ഉണ്ടായത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ ബഹിരാകാശ യാത്രികനായി ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല. ശുഭാംശു ശുക്ലയുടെ ആദ്യകാല ജീവിതവും വിദ്യാഭ്യാസവും എന്തെന്ന് നമുക്ക് നോക്കാം. 1985 ഒക്ടോബർ 10-ന് ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ജനിച്ച ശുഭാംശു ശുക്ല ലക്നൌവിലെ സിറ്റി മോണ്ടിസോറി സ്കൂളിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. 1999-ലെ കാർഗിൽ യുദ്ധത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാജ്യത്തെ സേവിക്കാൻ അദ്ദേഹം ദൃഢനിശ്ചയം ചെയ്തു. UPSC നാഷണൽ ഡിഫൻസ് അക്കാദമി പരീക്ഷയിൽ വിജയിക്കുകയും ചെയ്തു. 2005-ൽ കമ്പ്യൂട്ടർ സയൻസിൽ സയൻസ് ബിരുദം നേടി. പിന്നീട് ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ മാസ്റ്റർ ഓഫ് ടെക്നോളജി ബിരുദം നേടി. സൈനിക ശാസ്ത്ര വിഷയങ്ങളിൽ ശക്തമായ അക്കാദമിക് അടിത്തറയുണ്ട് അദ്ദേഹത്തിന്. 2006 ജൂണിൽ ഇന്ത്യൻ വ്യോമസേനയിൽ ഫൈറ്റർ സ്ട്രീമിൽ ഫ്ലൈയിംഗ് ഓഫീസറായി ശുഭാംശു ശുക്ല കമ്മീഷൻ ചെയ്യപ്പെട്ടു. വർഷങ്ങളായി Su-30, MKI, MiG-21, MiG-29, ജാഗ്വാർ, ഹോക്ക്, ഡോർണിയർ 228, AN-32 എന്നിവയുൾപ്പെടെ വിവിധ വിമാനങ്ങളിൽ 2000 മണിക്കൂറിലധികം പറക്കൽ സമയം അനുഭവപരിചയമുള്ള മികച്ച ടെസ്റ്റ് പൈലറ്റായി അദ്ദേഹം മാറി. ഒരു കോമ്പാറ്റ് ലീഡർ, ടെസ്റ്റ് പൈലറ്റ് എന്നീ നിലകളിൽ വ്യോമയാനത്തിലെ വൈദഗ്ധ്യം അദ്ദേഹത്തെ ഇന്ത്യയുടെ മനുഷ്യ ബഹിരാകാശ യാത്രാ പരിപാടിക്ക് അനുയോജ്യനായി മാറ്റുകയായിരുന്നു.
2019 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയ്റോസ്പേസ് മെഡിസിൻ ശുഭാംശു ശുക്ലയെ ISROയുടെ ആദ്യത്തെ ബഹിരാകാശ യാത്രിക പരിശീലന ഗ്രൂപ്പിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. കർശനമായ വിലയിരുത്തലുകൾക്കു ശേഷം അവസാന 4 ബഹിരാകാശ യാത്രികരിൽ ഒരാളായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. 2020 അടിസ്ഥാന ബഹിരാകാശ പറക്കൽ പരിശീലനത്തിനായി അദ്ദേഹം റഷ്യയിലെ യൂറി ഗഗാറിൻ കോസ്മോനട്ട് പരിശീലന കേന്ദ്രത്തിലേക്ക് പോയി. 2021 പരിശീലനം പൂർത്തിയാക്കി. തുടർന്ന് ബംഗളൂരുവിലെ ISROയുടെ ബഹിരാകാശ യാത്രിക പരിശീലന കേന്ദ്രത്തിൽ കൂടുതൽ തയ്യാറെടുപ്പിനായി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി. 2024 ഫെബ്രുവരി 27 വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രം സന്ദർശിക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശുഭാംശു ശുക്ലയെ ദൗത്യത്തിനായി തെരഞ്ഞെടുത്ത വിവരം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ദന്ത ഡോക്ടറായ ഡോക്ടർ കാംനയെയാണ് ശുഭാംശു ശുക്ല വിവാഹം കഴിച്ചിരിക്കുന്നത്. ദമ്പതികൾക്ക് 4 വയസ്സുള്ള ഒരു മകനുണ്ട്. ഒരു എളിയ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് ശുഭാംശുവിൻ്റെ വരവ്. അച്ഛൻ ശംഭു ദയാൽ ശുക്ല റിട്ടയേർഡ് സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അമ്മ ആശ ശുക്ല വീട്ടമ്മയാണ്. 3 സഹോദരങ്ങളിൽ ഇളയവനാണ് അദ്ദേഹം. ഒരു രാജ്യത്തിൻ്റെ അഭിലാഷങ്ങൾ മുഴുവനും നെഞ്ചിലേറ്റിയാണ് ചരിത്രപ്രസിദ്ധമായ ആക്സിയം മിഷൻ 4ൽ പ്രവേശിക്കാൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല തയ്യാറെടുത്തത്. അദ്ദേഹത്തിൻ്റെ ദൗത്യം ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയിലെ പുതിയ യുഗത്തെയാണ് പ്രതിനിധീകരിച്ചത്. ഒരു യുദ്ധവിമാന പൈലറ്റ് എന്ന നിലയിൽ ആകാശത്തു നിന്നും വിശാലമായ ബഹിരാകാശത്തേക്കുള്ള ശുഭാംശു ശുക്ലയുടെ യാത്ര സമർപ്പണത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും ശാസ്ത്രീയ അഭിലാഷങ്ങളുടെയും ശക്തിയെയാണ് പ്രതിഫലിപ്പിച്ചത്. ISSലേക്കുള്ള തൻ്റെ ദൗത്യത്തിലൂടെ ഭൂമിയുടെ അതിരുകൾക്കപ്പുറം സ്വപ്നം കാണാനും നക്ഷത്രങ്ങളിൽ ലക്ഷ്യമിടാനും ഇന്ത്യക്കാരുടെ പുതിയ തലമുറയെ പ്രചോദിപ്പിക്കുകയാണ് ശുഭാംശു ശുക്ല. ആഗോളതലത്തിൽ വിതരണം ചെയ്യപ്പെട്ട വിക്ഷേപണ പറക്കൽ പ്രവർത്തനങ്ങൾ, പരിശീലനം, എഞ്ചിനീയറിംഗ്, വികസന സൗകര്യങ്ങൾ, ആശയവിനിമയമായ ശൃംഖലകൾ, അന്താരാഷ്ട്ര ശാസ്ത്ര ഗവേഷണ സമൂഹം എന്നിവയെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒന്നാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയ പരിപാടി. അന്താരാഷ്ട്ര വിമാന ജീവനക്കാർ, ഒന്നിലധികം വിക്ഷേപ വാഹനങ്ങൾ, ആഗോളതലത്തിൽ വിതരണം ചെയ്യപ്പെട്ട വിക്ഷേപണ പറക്കൽ പ്രവർത്തനങ്ങൾ, പരിശീലനം, എഞ്ചിനീയറിംഗ്, വികസന സൗകര്യങ്ങൾ, ആശയവിനിമയ ശൃംഖലകൾ, അന്താരാഷ്ട്ര ശാസ്ത്ര ഗവേഷണ സമൂഹം എന്നിവയെ ഒരുമിച്ച് കൊണ്ടുവരുന്നു. സഞ്ചരിക്കുന്ന ഒരു നക്ഷത്രം പോലെ തിളക്കത്തിലായിരിക്കും മഴമേഘങ്ങളില്ലെങ്കിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം കേരളത്തിൽ നിന്ന് കാണാൻ കഴിയുക. ആകാശ നിലയം ഇന്ന് രാത്രിയാണ് കേരളത്തിൽ നിന്ന് കാണാകുന്നത്. മലയാളി വാർത്ത ഇൻസൈഡ്.